പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഞാൻ അവർ ഞങ്ങളുടെ അഭിമാനം. ഒരു വർഷം ഞങ്ങളുടെ ചുണക്കുട്ടികളായിട്ട് ഓടി നടന്ന് കണ്ടു. എപ്പോഴും എനിക്ക് ഓരോരുത്തരെയും മുഖം ഓർക്കുന്നുണ്ട്. ഞാനിതിനെ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ചിലരെല്ലാവരും കൂടെ ഈശ്വരശിയായി എന്ന് പറയും. എനിക്കറിയാം അതിനകത്ത് നാനാജാതി അവസരമുണ്ട്, എല്ലാവരും കൂടിയാണ് പറയും. അതുപോലെ ചിലർ പറയും അച്ഛാ ആ ഒരു ഫ്രീഡമുള്ള മക്കളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് ഒരു വർഷം നമുക്ക് കൈ കിട്ടിയില്ല. എങ്കിലും തളരാതെ പതരാതെ അധ്യാപകരോടൊത്ത് നിന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിജയം നേടിയതെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയുന്നത്. പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ 28 പേരും 12ാം ക്ലാസ്സിലെ 18 പേരും ഞങ്ങൾക്ക് പൊന്നോമനമാണ്, അഭിമാനങ്ങളാണ്. ഇവിടുന്ന് കിട്ടിയ അഭിമാന ചൈതന്യം ചാവറച്ചൻ പള്ളികളോടൊപ്പം പള്ളിക്കൂടം വേണമെന്ന് പറഞ്ഞ് ആ ചൈതന്യത്തിന് നിറവിൽ വളരുന്ന ഒരു സ്കൂളാണ്. ആ തീർച്ചയായിട്ടും അതിൻ്റെ ചൈതന്യത്തോടെ ആയിരിക്കും നമുക്കത് ഇവിടെ ഇരിക്കുന്ന പഴയ ആൾക്കാരെ കൂടെ ഒക്കെ തന്നെ അഭിമാനത്തോടെ ഇനിയും പോകാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി തോറ്റത് ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കുറച്ച് നമുക്ക് തോറ്റുപോയിട്ടുണ്ട്. തോറ്റവരെ അവർ ഓർക്കുവാനും അവരെ അകലങ്ങളിലേക്ക് കളഞ്ഞില്ല. എനിക്ക് അവരെയും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് നിങ്ങളെല്ലാവരും കൂടെയായിരുന്നു CCM ആക്കി മാറ്റി. അതുകൊണ്ട് തോറ്റു എന്നൊരു വാക്ക് പറയുന്നത്, പക്ഷേ അത് അവർക്കൊരു വേറൊരു നല്ല പാഠത്തിലേക്കായിരിക്കാം അത് വരുന്നതെന്ന് ഞാൻ കരുതുന്നു. അവരെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളുണ്ട്. നമുക്കറിയാമല്ലോ 9+ കിട്ടിയവരുണ്ട്, 5+ കിട്ടിയവരുണ്ട്. അവരൊക്കെ ഇവിടെ ഇരുന്ന് നല്ല കൃത്യതയോടെ ഈ പങ്കെടുക്കേണ്ടത് ചടങ്ങായിരുന്നു. പക്ഷെ നമുക്കറിയാലോ കോവിഡല്ലേ, അപ്പം ഇതുപോലും എന്താ ടെൻഷനോടുകൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരെയും നമുക്ക് നമ്മുടെ എല്ലാവരെയും ഒന്ന് ചേർത്ത് വെക്കാം. നമുക്കൊന്ന് കയ്യിൽ കൊടുക്കാം. എല്ലാവരും അതുപോലെ ലാസ്റ്റ് ലീസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസുമായ എബിൻ ടീച്ചർ ടീച്ചറിൽ നിന്നും അടുത്ത സ്ഥാനം ഏറ്റെടുത്ത് നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തെ വാർത്തെടുക്കുവാനായിട്ട് സജ്ജമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഔദ്യോഗികതയിലേക്ക് എല്ലാ രീതിയിലും ഇപ്പോൾ എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളാണ്, അതെല്ലാം നന്നായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ രീതിയിലും എല്ലാവരെയും ഓർത്തെടുത്തുകൊണ്ട് ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എബിൻ ടീച്ചറിനെ കൃത്യതയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ആദ്യ പ്രസംഗമാവില്ല. എൻ്റെ ഈ വേദിയിൽ ഇരുന്ന് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലൂടെ ഇത് വീക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികളും അധ്യാപകരും വിദ്യാർത്ഥികളും അവരേവരെയും ഇവിടെ പ്രസൻസോടുകൂടി കൃത്യതയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഏവർക്കും കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Reverend Father Matthew George, for the cordial welcome. CCM സ്കൂളിനോടും കരിക്കാട്ടൂർ ഇടവകയോടും ആഴമായ ആത്മബന്ധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ ജോസ് കുട്ടി ഐക്കരപ്പറമ്പിലിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. CCM സ്കൂളിൻ്റെ ഈ വിദ്യാദിന ആഘോഷ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥിയുമായ മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ടി സൈമൺ തൻ്റെ അനുഗ്രഹ വചസ്സുകൾ കൊണ്ട് ഈ ദിനത്തെ നമ്മുടെ സ്കൂളിനായി അടയാളപ്പെടുത്തുവാൻ ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ ആശ്രമാധിപനും സ്കൂൾ മാനേജരുമായ ഏറ്റവും ബഹുമാനപ്പെട്ട ജോസ് ആനിത്തോട്ടമച്ച, ശാന്ത സൗമ്യനായ അതേസമയം പ്രതിഭാധനനായ നമ്മുടെ പ്രിൻസിപ്പൽ ജോബി അച്ഛ, വൈസ് പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസുമായ പ്രിയപ്പെട്ട എബിൻ ടീച്ചർ, ഈ സമ്മേളനത്തിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ആശംസകൾ കൊണ്ടും നമുക്ക് ഈ വേദിക്കും ഈ ദിനത്തിനും അലങ്കാരമായി നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന CCMന്റെ സ്വകാര്യ അലങ്കാരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ മുൻ ടീച്ചറും
ബ്ലോക്ക് പഞ്ചായത്തിനെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എം.എസ്. സാർ, വാർഡ് മെമ്പർ ശ്രീ തോമസ് സർ, CCM-നെ എന്നൊരു കുടുംബം പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റിട്ടയർ ചെയ്ത് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയകരിയായ മിനി ടീച്ചർ, നല്ല ഊർജ്ജസ്വലനായ PTA പ്രസിഡന്റ് എൻ്റെ സ്നേഹിതൻ കൂടിയായ രാജീവ്, CCM-നെ ഒരിക്കലും മറക്കാനാവാത്ത അധ്യാപന ജീവിതത്തിന്റെ ആൾരൂപമായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വേദിയിലിരിക്കുന്ന ജോസഫ്, 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ ഈ സ്കൂളിന്റെ അഭിമാന പാത്രങ്ങളായി മാറിയ വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, CCM-ന്റെ സ്നേഹധനരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെ, ഇന്ന് ഇവിടെ നിൽക്കാൻ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. CCM-ന്റെ ഈ വിജയാഘോഷ ദിനം, ഇതിന് എല്ലാ ഭാഗങ്ങളും നേരാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ 75ാമത് സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞ ദിവസം ആഘോഷിച്ച അവസരത്തിൽ ഞാൻ പാരമ്പര്യയില് ഇതുപോലെ തന്നെ ഒരു നെറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് എന്റെ മനസ്സിൽ വന്നതും അവിടെ പങ്കുവച്ചതുമായ ഒരു ചരിത്ര സംഭവം. അത് 1984 ബഹിരാകാശത്ത് യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആദ്യ ഭാരതീയനായ രാകേഷ് ശർമ്മ. അദ്ദേഹം ബഹിരാകാശത്ത് ആയിരിക്കുമ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചു, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭാരതം എങ്ങനെയുണ്ട് എന്ന്. ഇപ്പോൾ അദ്ദേഹം രാകേഷ് ശർമ്മ ശ്രീമതി ഗാന്ധിക്ക് കൊടുത്ത മറുപടി ഇതായിരുന്നു, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. എനിക്ക് തോന്നുന്നത് ഈ മണിമല പ്രദേശത്തിന്റെ ആകാശത്ത് നിന്ന് ഇന്ന് നമ്മുടെ ഈ CCM സ്കൂളിനെ ആരെങ്കിലും വീക്ഷിച്ചാൽ സാധാരണക്കാരായ കുട്ടികളുടെ പഠന മികവുകൊണ്ട്, നിങ്ങളുടെ സർഗവാസനകൾ കൊണ്ട്, ഇവിടെയുള്ള അധ്യാപക അനധ്യാപകരുടെ സമർപ്പണം കൊണ്ട്, കൂടുതൽ ഉത്തരവാദിത്വം കൊണ്ട്, സ്കൂൾ മാനേജ്മെന്റിന്റെ ദർശന ഭംഗി കൊണ്ട്, അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ സഹകരണം കൊണ്ട് ഈ CCM-ന്റെ പടിയിറങ്ങി പോകുന്ന കുട്ടികള് അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്ന വിസ്മയകരമായ ചരിത്രം കൊണ്ട് നമ്മുടെ സ്കൂള് ഇന്ന് ഏറ്റവും സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എല്ലാവരുടെയും ഹൃദയം ഈ ഒരു ദിവസത്തിൽ മന്ത്രിക്കേണ്ട മന്ത്രണം ഇതാണ്. എന്താണ്? സാരേ ജഹാൻ സേ അച്ഛാ CCM ഹമാര. ഹിന്ദിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലേ, ഹിന്ദി ടീച്ചർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹൃദയം മന്ത്രിക്കേണ്ട ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ജോബിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, CCM-ന്റെ ഈ വിജയം യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. ഇത് അപ്രതീക്ഷിതവുമല്ല. അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നില് നമ്മുടെ പ്രിൻസിപ്പലിന്റെ ഹെഡ്മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അവർ കടന്നുപോയ ഒരു കനൽ വഴികളുടെ ഒരു നീണ്ട കഥ ഈ വിജയഗാഥയ്ക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ കോർപ്പറേഷന്റെ പേരിൽ ബഹുമാനപ്പെട്ട ജോബി അച്ഛനെയും ബെബി ടീച്ചറിനെയും, ബെബി ടീച്ചറിന്റെ മുൻഗാമിയായ നമ്മുടെ മിനി ടീച്ചറിനെയും അവരോട് പക്ഷം ചേർന്നുകൊണ്ട് ഈ കുട്ടികൾക്കും ഈ സ്ഥാപനത്തിനും വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും വേറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കോർപ്പറേഷന്റെ പേരിൽ CMI കോട്ടയം കോർപ്പറേഷന്റെ പേരിൽ CCM സ്കൂൾ കുടുംബത്തിന് എന്റെ സ്നേഹത്തിന്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ചാവറ പിതാവിന്റെ നാമധേയം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥാപനം, ഒരു CMI സ്ഥാപനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പിന്നിൽ വലിയൊരു ദർശനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. CMI വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ചിന്ത, അതിന്റെ സാരസംഗ്രഹം പറഞ്ഞതാണ്. ബൗദ്ധിക നിലവാരവും ആത്മീയ പക്വതയും
ധാർമ്മിക മൂല്യവുമുള്ള ഒരു നേതൃനിരയുടെ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രൂപീകരണം. ശാരീരിക ശേഷിയും മാനസിക പക്വതയും സാമൂഹിക സ്വീകാര്യതയുമുള്ള ഒരു യുവതലമുറയുടെ പരിശീലനം, അതാണ് ഏതൊരു CMI സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, സമൂഹത്തിൽ സ്നേഹവും സമാധാനവും ഈ ശാന്തിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ ചാമ്പ്യന്മാരെ ഇന്നും നമുക്ക് ധാരാളമായിട്ട് ആവശ്യമാണ്. വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച് പറയുന്നത് കാലത്തിന് മുൻപേ നടന്ന കർമ്മയോഗിയാണ്. കാലത്തിന് മുൻപേ നടന്നുപോയ ചാവറ പിതാവിനെ പോലെ ദേശകാലങ്ങളുടെ ഈ ചുവരെഴുത്തുകളെ തുറവിയോടെ സ്വീകരിക്കാൻ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് ഈ CCM സ്കൂളിന്റെ എന്ന് പറയുന്ന പോലെ ഏതൊരു CMI സ്കൂളിന്റെയും സ്വപ്നം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 10 മാസത്തിന്റെ അനുഭവത്തിൽ എന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ചാവറ പിതാവിന്റെ ഈ സ്വപ്നങ്ങളോട് ചേർന്ന് ഈ ഗ്രാമത്തിൽ, കരിക്കാട്ടൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഇതുപോലെ ഒരു സ്കൂൾ തല ഉയർത്തിപ്പിടിച്ച് അവരുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കാനായി, അതും 73 വർഷങ്ങൾ നിലനിൽക്കാനായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. എന്നാൽ പോലും ചാവറ പിതാവ് സ്വപ്നം കണ്ട ആ ഒരു തലമുറയുടെ രൂപീകരണത്തിന് വേണ്ടി, വിദ്യാഭ്യാസം വെളിച്ചം ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർവമാനവികത എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ സർവോത്മകമായ ഏറ്റവും ഉദാത്തമായ ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് ഒരു സ്കൂൾ എന്ന നിലയിൽ നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ജോബിച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു വെല്ലുവിളിയുടെ വിളിയും ഈ ദിവസത്തിലൂടെ മുടങ്ങുന്നുണ്ട്. ഈ വെല്ലുവിളി സ്വീകരിക്കുന്നതിൽ CCM സ്കൂൾ ഒരു കാരണവശാലും പിറകോട്ട് പോവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപനം ചെയ്യുന്ന ഒരു സംഗമമാണ്. ഈ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളുടെയും പൊതുപ്രവർത്തകരുടെയും മനോഹരമായ ഒരു സമ്മേളനമാണ് ഈ വേദിയിൽ ഇന്ന് ഉള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് വലിയൊരു പ്രേരക ശക്തിയാണ്. അതുകൊണ്ട് വേദിയിൽ ഇരിക്കുന്ന എല്ലാവരെയും ഈ സ്കൂളിന്റെ പേരിൽ, കോർപ്പറേറ്റിന്റെ പേരിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പൊതുപ്രവർത്തകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ സ്കൂളിനെ സ്നേഹിക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ ഈ സ്കൂളിനോട് കാണിക്കുന്ന കൂറിന്, സ്നേഹത്തിന്, താല്പര്യത്തിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോടുള്ള നന്ദി കടപ്പാടും ഒറ്റ വാക്കിൽ പ്രകടിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് CCM സ്കൂളിന്റെ ഈ വിജയദിന ആഘോഷത്തിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിനികളോട് ജോബിച്ചൻ പറഞ്ഞ സ്വാഗത പ്രസംഗത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിന്തയായിരുന്നു, ഈ സ്കൂളിൽ 10-ലും 12-ലും ആരും തോറ്റിട്ടില്ല. ഇവരെല്ലാവരെയും ജോബിച്ചൻ ഓർത്ത് ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിന്റെ എന്നാണ് ഏറ്റവും ചരിത്രപരമായ എന്താ പറയുന്ന ഒരു അലങ്കാരമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങളോട് വിദ്യാർത്ഥിനികളോട് നിങ്ങൾ നല്ല വിജയം നേടി ഇനിയും നിങ്ങളുടെ പഠന വഴികൾ ഉപരി വിജയവും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നിങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ യോബിച്ചന്റെ നേതൃത്വത്തിലുള്ള ഈ അധ്യാപക അനധ്യാപക സമൂഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമുക്കിടയിൽ കോവിഡിന്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ സ്കൂൾ കടന്നുപോയപ്പോൾ ഈ പ്രതിസന്ധികളെ ഒരവസരമാക്കാൻ സ്കൂളിന് സാധിച്ചു. വിജയത്തിന് വേണ്ടി അവസരങ്ങളെ തേടിപ്പോകാൻ യോഗ്യച്ചനും അദ്ദേഹത്തിന്റെ ടീമിനും സാധിച്ചു. എല്ലാ പ്രതിസന്ധികളിലും സാധ്യതകളെ മാത്രം നോക്കി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അധ്യാപകരുടെ ഒരു കൂട്ടായ്മയും അവരുടെ സഹകരണവും തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കരിക്കാട്ടൂർ അധ്യാപക കുടുംബം തീർച്ചയായിട്ടും നല്ല കൂട്ടുള്ള കൂട്ടം എന്ന് പറയും. കൂട്ടില്ലാത്ത കൂട്ടം നമുക്കറിയാവുന്ന ഒരു ഭാരമാണ് ഏതൊരു സമൂഹത്തിന്. അതുകൊണ്ട് കൂട്ടുള്ള ഈ അധ്യാപക കൂട്ടത്തിന് CCM-ന്റെ ജീവനും തുടിപ്പുമായി ഈ കോവിഡ് കാലത്ത് കുട്ടികളില്ലാത്ത ക്യാമ്പസിൽ അവരെ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ ഓരോ അധ്യാപകനും മുമ്പിൽ എന്റെ
വലിയ സ്നേഹ പ്രണാമം അർപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഈ വിജയദിനാഘോഷത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ഒരു ആഘോഷം ഇനി ഉപരി വിജയത്തിലേക്കുള്ള ഒരു ഉണർത്തുപാട്ട് പോലെ നമുക്ക് അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് യുഗമായിരിക്കും നമ്മൾ ചുവടെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ മുൻകൂട്ടി വായിച്ചറിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ തന്നെ പുനർനിർവചിക്കാനും പുനഃസമർപ്പിക്കാനും ഈ നാടിന് വേണ്ടി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുനഃസമർപ്പിക്കാനും നമ്മുടെ സ്കൂളിന് സാധിക്കട്ടെ. ഇന്നത്തെ എല്ലാ ആഘോഷങ്ങൾക്കും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള വലിയ നന്ദിയും കടപ്പാടും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു വാക്കിൽ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Reverend Father Josephine Aigiraparambil, for your inspiring words. ആദരണീയനായ ജനനേതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് പി സൈമൺ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ സന്നിഹിതനാണ്. ശ്രീ ജെയിംസ് പി സൈമണിനെ ഈ മഹനീയ മുഹൂർത്തം ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായി സ്വാഗതം ക്ഷണിക്കുന്നു. ഈ വിജയദിനാഘോഷത്തിന്റെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ഏറെ ആദരണീയനായ ജോസഫ് കേസർ, എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള അഭിമന്യനായ ജോസഫ്, എല്ലാ സമയത്തും ഒരു സഹോദരനോടെന്ന പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പ്രിയങ്കരനായ ജോബി അച്ഛൻ, എൻ്റെ സഹപാഠി കൂടിയായിട്ടുള്ള ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ രാജീവ്, മറ്റൊരു സഹപാഠി നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ ഗ്രാമപഞ്ചായത്ത് ശ്രീ സിറിൽ തോമസ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ ആദരണീയമായ MS സാർ ഉൾപ്പെടെയുള്ള അധ്യാപക സെക്രട്ടറി, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയമുള്ള അധ്യാപകരെ, അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കെല്ലാം അറിവുള്ളതുപോലെ ചിങ്ങമാസം 1-ാം തീയതിയാണ്. സത്യത്തിൽ ഞങ്ങളെ പോലെയുള്ള താഴെ ജനങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഇന്നത്തെ ദിവസം വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. രാവിലെ ഇന്ന് ചില കടകളുടെ ഉദ്ഘാടനം നല്ല മുഹൂർത്തവും സമയമൊക്കെ നോക്കി ആളുകളൊക്കെ ചടങ്ങിൽ തുടങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെയൊരു തിരക്ക്. മറ്റൊന്ന്, കർഷക ദിനാചരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ കോൺഫറൻസ് ഹാളിൽ തന്നെ മറ്റൊരു ഉദ്ഘാടന പരിപാടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ചടങ്ങ് കരിമലക്കുളം SSC പാർട്ടിക്കാണ് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴാണ് വിജയദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ഈ യോഗം സംഘടിപ്പിച്ചതിനെ കുറിച്ച് ജോബി സാറിനോട് പറയാനിട വന്നു. രാവിലെ നടക്കുന്ന പല പരിപാടികളും ഏതിൽ പങ്കെടുക്കണമെന്ന്, ഏതിനും പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ സ്വാഭാവികമായും ഈ സ്കൂളിൽ നടക്കുന്ന വിജയദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, പലപ്പോഴും ഞാൻ ഇവിടെ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വല്ലാത്തൊരു ഗൃഹാതത്വവും പേരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1989 SSLC ബാച്ചുകാരാണ് ഞാൻ, പ്രിയപ്പെട്ട രാജീവും സിറിലുമൊക്കെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃവിദ്യാലയത്തിന്റെ പുസ്തകത്തേക്ക് കടന്നു വരുമ്പോൾ പോലും
അവിസ്മരണീയമായ ഒരാനന്ദം ഉള്ളിലിങ്ങനെ ദൂരം പൊതുകയാണ്. ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു പരിപാടി ഉണ്ടെന്ന് പൊതുസമൂഹം മറ്റു പല പരിപാടികളെ നോക്കിക്കണ്ടാലും എനിക്ക് എന്റെ മനസ്സിൽ പലപ്പോഴും സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടി പങ്കെടുക്കുന്നതാണ് വ്യക്തിപരമായി ഒരു വലിയ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതെന്നുള്ളതാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനതിന് മുൻഗണന കൊടുത്ത് ഇതിലേക്ക് വരാൻ ഇടവന്നു. തീർച്ചയായും ഇവിടെ വിജയികളായി എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ കുഞ്ഞുമക്കളോട് എനിക്കൊരു കാര്യം അടിവരയിട്ട് പറയാൻ കഴിയും. നിങ്ങളിനി ഏതൊരു തലത്തിലേക്ക് പോയാലും നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണ് നിങ്ങൾ പൂർത്തീകരിച്ചതെന്നുള്ള ചോദ്യത്തിന് CCM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, അവിടെയാണ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നതിന് വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ജോസൂട്ടി സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ സ്കൂളിൽ നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസവും ശിക്ഷണവും കരിക്കുലത്തിന് പുറത്തുള്ള മറ്റ് ആക്ടിവിറ്റികളുമല്ല നമ്മുടെ എല്ലാ അന്തസ്സിനും അനുയോജ്യമായ നിലയിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരാനൊക്കെ നമ്മുടെ അധ്യാപകർ സ്കൂൾ മാനേജർമാരെല്ലാം വളരെ ബദ്ധശ്രദ്ധരാണെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും. ഞങ്ങളൊന്നും പറയുന്നത് ചെന്ന് വരുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കരക്കാട് CCM സ്കൂളിൽ ഒരു പൊതു വിദ്യാർത്ഥിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് കൈകൊണ്ടുള്ള ഒരു ഭാഗ്യം അത് നന്നായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഈ സ്കൂളിലെ ഏറ്റവും ടോപ്പർമാരാണ്. അത് നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ മാതൃകയാണ്. ഈ കോവിഡിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ജനസംഖ്യയുടെ സാക്ഷരത കൊണ്ടായിരിക്കും നാം ഈ മെറിറ്റ് ഇവിടെ ആഘോഷിക്കുന്നത്. എന്നാൽ ഈ കോവിഡിനൊപ്പം ജീവിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റ് പോംവഴികളൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങളെ അനുഭവിക്കാൻ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ഇവിടുത്തെ അധ്യാപകരുമില്ല തയ്യാറായുള്ള പ്രത്യേക സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായും ജീവിതത്തിൽ ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എത്തിപ്പെട്ടാലും അവിടെയെല്ലാം മികച്ചവരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വിജയാഘോഷ ദിനം ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
introduction and for the inaugural address. നമ്മുടെ സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജോസ് സാനിത്തോട്ടം പ്രചോദനത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും സാന്നിധ്യമായി നമ്മോടൊപ്പമുണ്ട്. അനുഗ്രഹ പ്രഭാഷണത്തിനായി ജോസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ ജോസ് പിയർസൺ, ഇന്നത്തെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത മണമേല പഞ്ചായത്ത് പ്രസിഡന്റ്, സ്കൂൾ പ്രിൻസിപ്പൽ ജോബി അച്ഛൻ, വൈസ് പ്രിൻസിപ്പൽ എബിൻ ടീച്ചർ, മുൻ ഹെഡ്മിസ്റ്റേഴ്സ് മെനി ആന്റണി, പി ടി എ പ്രസിഡന്റ് രാജീവ് ജോർജ്, പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട സിറിൽ തോമസ്, ആദരണീയനായ എമർസൺ സാർ, റിട്ടയർ ചെയ്ത മിസ്റ്റർ ജോസർ, പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഓൺലൈനിൽ നമ്മെ ശ്രമിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സുദീർഘമായ ഒരു 1-2 പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രസംഗം നടത്തി നിങ്ങളെ ഞാൻ ആലോചനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അനുഗ്രഹ പ്രഭാഷണം ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. 2020-21 അധ്യയന വർഷത്തിൽ A+ നേടിയ വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 46 A+ എന്ന് പറയുന്നത് ഈ CCM-ൻ്റെ 74 വർഷക്കാലത്തെ ഒരു ചരിത്ര വിജയം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകരും അതുപോലെ കഠിനാധ്വാനം ചെയ്ത് A+ലേക്ക് എത്തിയ നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. ഇത് ഒരാരംഭ വിജയമായി പരിഗണിച്ച് ഇനിയും ഞങ്ങൾക്ക് ബഹുദൂരം പോകാനുണ്ട്, വിശ്രമിക്കാനുള്ള സമയമല്ല എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടെ കൂടുതൽ ഉയർന്നങ്ങൾ എത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിദ്യാർത്ഥികളില്ലെങ്കിൽ വിദ്യാലയമില്ല. CCM എന്ന് കേൾക്കുമ്പോൾ ഇത്ര പ്രൗഢഗംഭീരമായ ഈ കെട്ടിടമോ വിശാലമായ കളിസ്ഥലമോ രമണീയ മനോഹരമായ പ്രകൃതിയൊന്നുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇതിന് ജീവൻ നൽകുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കൊറോണ നിശ്ചലമാക്കപ്പെട്ട ഈ വിദ്യാലയത്തിൽ ഉണർവോടും ഉന്മേഷത്തോടും പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് A+ലേക്ക് എത്തുവാനുള്ള നിങ്ങളുടെ കഠിനാധ്വാനം പ്രശംസനാർഹം തന്നെയാണ്. അധ്യക്ഷപ്രസംഗം പറഞ്ഞതുപോലെ CCM ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ്. CCM എന്ന് പറയുമ്പോൾ അത് പ്രതിനിധാനം ചെയ്യുന്നത് കേരളം കണ്ട ആദ്യത്തെ നവോത്ഥാന നായകനെയാണ്. ആ നവോത്ഥാന നായകൻ്റെ ദർശനമാണ് ഏതാണ്ട് 75 വർഷക്കാലം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അക്ഷരപ്രകാശം ഈ സമൂഹത്തിന് നൽകുക, രണ്ടാമതായിട്ടൊരു സാമൂഹ്യ സമത്വത്തിലേക്ക് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുക, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നീ ദർശനങ്ങളോടുകൂടി കാഴ്ചപ്പാടോടുകൂടി 75 വർഷക്കാലം മുമ്പ് സ്ഥാപിച്ച ഈ വിദ്യാലയം ഒത്തിരി മാറ്റങ്ങളെ ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇന്ന് വൻ വിജയം നേടി വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ അംബാസിഡർമാരാണ്.
ഈ സമൂഹത്തിലും അതുപോലെ തന്നെ ഈ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗത്തും ഒക്കെ CCM നടത്തപ്പെടുന്നതിന് ചലനം സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ ദർശനത്തിൻ്റെ മഹത്വമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 75 വർഷക്കാലത്തിലേക്ക് ഞങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൂരവ്യാപകമായ വ്യത്യാസമാണ് ഈ സമൂഹത്തിന് വരുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി പറഞ്ഞുകൊണ്ട് നിങ്ങളെ മോശിപ്പിലേക്ക് ഞാൻ നയിക്കുന്നില്ല. കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ നിങ്ങൾ ഓരോരുത്തരെയും അതുപോലെ നിങ്ങളെ അണിയിച്ചൊരുക്കി സമർപ്പണബോധത്തോടെ അണിയിച്ചൊരുക്കിയ അധ്യാപകരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് അവർക്ക് അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Josita, for your presence. അടുത്തതായി കുമാരി സുവി കെയർ ആരംഭിക്കുന്ന ഒരു ഗാനം നമുക്ക് ശ്രമിക്കാം. അടുത്തതായി കുമാരി സുവി കെയർ ആരംഭിക്കുന്ന ഒരു ഗാനം Connected.
അധ്യയന വർഷത്തിൽ CCM സ്കൂളിലെ തന്റെ ദീർഘകാല സേവനത്തിൽ നിന്നും വിരമിച്ച് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ KS എമേഴ്സൺ സാറിനെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗം സെന്റ് ജോസഫ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മണിമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ JSP സൽമാൻ, PTA പ്രസിഡന്റ് ശ്രീ രാജീവ് ജോ, ഹെഡ്മിസ്റ്റർ എബി ടീച്ചർ, പ്രിൻസിപ്പൽ ജോബി, ഹെഡ്മിസ്റ്റർ മിനിയാൻഡി, ജോസ് ഫ്രാൻസിസ് സാറ്, എൻ്റെ സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് CCM കുടുംബം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഈ വിജയദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ അത്യന്തം ദുർബലമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും ഈ പ്രതിസന്ധിക്കിടയിൽ അഭിമാനാർഹമായ ഒരു വിജയം നമ്മുടെ CCM നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നത് ഒത്തിരിയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. CCM കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ വളരെയധികം കുട്ടികൾ, 28 കുട്ടികൾ SSLCക്കും 18 കുട്ടികൾ +2നും, അതുപോലെ തന്നെ SSLCക്ക് 100% വിജയവും ഒക്കെ നേടുവാനായിട്ട് നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഇത് ഇനി പിന്നീട് ഒത്തിരി പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായും കുട്ടികളുടെ കഠിനാധ്വാനം, അധ്യാപകരുടെ ചിട്ടയായ പ്രവർത്തനം, രക്ഷിതാക്കളുടെ ഉറച്ച പിന്തുണ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പ്രോത്സാഹനം, ഇതൊക്കെ ആണ് ഇത്തരം കൂട്ടായ ഒരു യജ്ഞത്തിലൂടെയാണ് നമുക്ക് വിജയം നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത്. ഈ അവസരത്തിൽ ഈ മികച്ച വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നേടിയ ഈ വിജയം നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള ചവിട്ടുപടിയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും വ്യത്യസ്തങ്ങളായ അഭിരുചികളുള്ളവരാണ്, വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാവിയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് വളർന്നു വരുവാനുള്ള പാത തിരഞ്ഞെടുക്കുക. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം മറ്റൊന്നുമല്ല, വിശുദ്ധനായ ചാവറയച്ചന്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ കലാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ നിലയിൽ ചാവറയച്ചൻ പകർന്നു തന്ന വിദ്യാഭ്യാസ മൂല്യങ്ങൾ CMI പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന CMI സ്ഥാപനത്തിൽ നിന്ന് പോയ കുട്ടികളുടെ നിലയിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അത് മാത്രം പോരാ, നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. ഉത്തരവാദിത്തം ഉള്ളത് ഈ മൂല്യങ്ങൾ, നിങ്ങൾക്കിവിടെ ലഭിച്ച മൂല്യങ്ങൾ, നിങ്ങൾക്കിവിടെ ലഭിച്ച അറിവുകൾ, ഇതൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആത്മവിശ്വാസം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഏതാനും കുട്ടികളോട് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ആ പരാജയം എന്ന് പറയുന്നത് ഒരു തകർന്നു പോകുവാനുള്ള ഒന്നല്ല, മറിച്ച് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു തുടക്കമാണ് പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നേറിയാൽ തീർച്ചയായിട്ടും ഉന്നതമായ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിജയം നേടുവാനായിട്ട് ഇവിടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച, നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽ ജോബി അച്ഛൻ, അതുപോലെ തന്നെ ഹെഡ്മിസ്റ്റർ മിനിയാൻഡി, ഇതിന്റെ നേതൃത്വം നൽകിയ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു എമേഴ്സൺ സർ. ശ്രീമതി മിനി ആന്റണി ടീച്ചർ ഹെഡ്മിസ്ട്രസ് എന്ന നിലയിൽ തന്റെ കഠിനാധ്വാനം
സ്നേഹബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് അരിക്കട്ടമ്പലം CMI, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ജെയിംസ് പി സൈമൺ, അനുഗ്രഹ പ്രകാശനം നടത്തിയ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് ആനത്തം CMI, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോബി അച്ഛ, ബഹുമാന്യരായ എമർസൺ സാർ, ജോസ് സാർ, PTA പ്രസിഡന്റ് ശ്രീ രാജീവ് ജോർജ്, ഹെഡ് മിസ്ട്രസ് എബിൻ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയ രക്ഷകർത്താക്കളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. വിജയം നേടിയ മുഴുവൻ കുട്ടികൾക്കും, പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും, മാതാപിതാക്കൾക്കും, അവരെ തയ്യാറാക്കിയ മുഴുവൻ അധ്യാപകർക്കും, അനധ്യാപകർക്കും, മാനേജ്മെന്റിനും എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. ഒപ്പം എല്ലാവർക്കും നന്ദി. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ചരിത്ര വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ വളരെ മികച്ച വിജയം നമ്മുടെ സ്കൂൾ നേടിയിരിക്കുന്നു. വിജയം എന്നത് ഒരു അവസാന വാക്കല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഓർമ്മിക്കുക. മരണ ദിവസം വരെയും ഒരാളെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത്. ഒന്ന് ചിന്തിച്ചാൽ എത്രയോ ആഴമുള്ള വാക്കുകളാണത്. അതുപോലെ തന്നെയാണ് വിജയം, പരാജയം, ഈ വാക്കുകളും മരിക്കുന്ന ദിവസം വരെയും അത് ഒരു അവസാന വാക്കല്ല. ഈ വിജയം അവസാന വാക്കല്ല. വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ ഈ വിജയം നമുക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വിഷയത്തിന് ഒക്കെയായി മാർക്ക് അല്പം കുറഞ്ഞു പോയ കുട്ടികളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. അതും ഒരു അവസാന വാക്കല്ല. തുടർന്ന് പരിശ്രമിക്കാനുള്ള പ്രചോദനമാവണം ഇവയൊക്കെ. മുന്നിൽ വരുന്ന കാലങ്ങളിലൊക്കെയും വിജയം നേടാനും കഴിവുകൾ പരമാവധി വികസിപ്പിച്ച് നമ്മൾ എന്താണോ ഉള്ളത് അത് തിരിച്ചറിഞ്ഞ്, ഏത് മേഖലയിലാണ് കഴിവുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖല പോഷിപ്പിച്ചെടുക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയണം. എങ്കിൽ മാത്രമേ ആത്യന്തികമായ വിജയം നമുക്ക് ലഭിക്കുകയുള്ളൂ. സാരെ ജഹാംസെ അച്ഛ എന്ന ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസൂട്ടി അച്ഛൻ വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ വേദിയിൽ എന്നോടൊപ്പം ഈ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ പലരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് ഈ സ്ഥലം. അതുപോലെ തന്നെയാവും നിങ്ങൾക്ക് അത് അനുഭവപ്പെടുക എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ആ അനുഭവം എന്താണെന്ന് മനസ്സിലാവും. ശരിക്കും സാരെ ജഹാം സ്വേച്ഛ ആയിട്ടുള്ള ഈ സ്ഥലത്തിന് കൂടുതൽ അഭിമാനം നിങ്ങൾ വഴിയായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ടീച്ചർ. ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ രാജീവ് ജോർജിനെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റേ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയ കുട്ടികളെ, അധ്യാപകരെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം.
മനോഹരമായ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ജോസഫ് കേശവൻ പഞ്ചായത്ത് പ്രസിഡന്റോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഒരാശംസ അർപ്പിക്കാനായി ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു നിങ്ങളെ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇത്രയും ഒരു കൂട്ടം. ഒരു കാര്യത്തിൽ മാത്രമേ ചെറിയൊരു വിഷമമുള്ളൂ. നിങ്ങൾ അർഹിക്കുന്ന ഈ അഭിനന്ദനം സ്കൂളിൻ്റെ മുഴുവൻ ഫോഴ്സോടുകൂടി നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാക്കി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, മുഴുവൻ കുട്ടികളുടെയും സാന്നിധ്യത്തിൽ നിങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം CCMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലൂടെയാണ് നമ്മൾ ഈ വർഷം കടന്നു പോകുന്നത്. അതിൽ പ്രത്യേകം അഭിനന്ദനം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ നേടിയ ഈ വിജയത്തെ ചില ട്രോളുകളിലൂടെയൊക്കെ ചില കുറച്ച് കാണാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളെന്നല്ല, നമ്മളുടെ ഈ വർഷം വിജയിച്ച ഇതിനെ ഒരു കൊറോണ ബാച്ച് എന്നൊക്കെ പേരിട്ടിട്ട് വെറുതെ കിട്ടിയ മാർക്കാണ്, പഠിച്ചവർക്കെല്ലാം A+ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറച്ച് കാണുന്ന ഒരു രീതി ഒരു പക്ഷേ ഏതാനും ചിലർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം നന്നായിട്ട് അധ്വാനിക്കുകയും ത്യാഗമനോഭാവത്തോടുകൂടി, ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി ഈ പരീക്ഷയെ സമീപിക്കുകയും ചെയ്തവർക്ക് മാത്രമേ ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ചിലപ്പം ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു അല്പം കൂടിയൊക്കെ മെച്ചപ്പെട്ട് പ്രതീക്ഷിക്കാതെ ചിലർക്ക് മാർക്ക് കിട്ടിയാണ്. പക്ഷേ മുഴുവൻ A+, മുഴുവൻ മാർക്ക്, ഇതുപോലുള്ള കാര്യങ്ങൾ നന്നായി അധ്വാനിക്കാതെ പഠിക്കാതെ ഒരു കുട്ടിയും ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത്രമാത്രം എഫേർട്ടും അത്രമാത്രം തീക്ഷ്ണതയും നിങ്ങളുടെ പഠനത്തിൽ പ്രകടിപ്പിച്ചവരാണ്. അതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മിനി ടീച്ചർ പറഞ്ഞ പോലെ ഏതാനും കുട്ടികൾ ചെറിയ മാർക്കുകൾക്കൊക്കെ ഒരു A+ നഷ്ടപ്പെടുകയും 2 A+ പോവുകയും ചെയ്തവരുണ്ട്. നമുക്ക് ആ മാർക്കിൻ്റെ ആ ഒരു ഗ്രേഡിങ് കാണുന്നത് നമുക്കറിയാം. അതിലും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പ്രസംഗിച്ചവരെല്ലാം തന്നെ നിങ്ങളോട് പറഞ്ഞു. വളരെ ഇൻസ്പിറേഷനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അതിലൊന്നും നമ്മൾ ബുദ്ധിമുട്ടുകയല്ല. ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു തുടക്കക്കാരാണ്. പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് കടക്കുന്നവരും പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി +2 10ാം ക്ലാസ് കഴിഞ്ഞവരിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കൃത്യമായൊരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളെ ഇതിനായിട്ട് ഒരുക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും മാതാപിതാക്കളും, നമുക്കറിയാം ഒരു വല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ മേലാതെ, എങ്ങനെ ക്ലാസ് സംഘടിപ്പിക്കണം, എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാൻ മേലാതെ അധ്യാപകർ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് മാതാപിതാക്കൾ, അവരുടെ ഭാവി എന്താകുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടം. ഈ കാലഘട്ടങ്ങളെല്ലാം വളരെ വിജയകരമായി തരണം ചെയ്യാൻ സാധിച്ച കുട്ടികളെന്ന നിലയിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അതിനാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് ചൊരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, അകലങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കുട്ടികളെല്ലാം അഭിനന്ദിക്കുന്നു. മാതാപിതാക്കളെ പ്രത്യേകം ഓർക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും മാനേജ്മെന്റിനെയും എല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു രജി സർ. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തന്റെ അധ്യാപന തപസ്യയിൽ നിന്നും വിരമിച്ച ശ്രീ ജോസ് ഫ്രാൻസിസ് ഐസക് സർ ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന കോർപ്പറേറ്റ് മാനേജർ ജോസഫ് കേച്ച, പ്രിൻസിപ്പൽ ജോബി,
എച്ച്.എം. എമിലി ടീച്ചർ, ബിസിനസ് ടീച്ചർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഏറെ പ്രതിസന്ധികൾ കടന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. ഈ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിന്ന ഒരു കാലഘട്ടമാണ് നമുക്കുണ്ടായിരുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ, പിക്ചേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ, അധ്യാപകർ തരുന്ന ഗൂഗിൾ മീറ്റുകൾ, ഏതാനും ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന അവസാന ഒരുക്കങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ച് വലിയ വിജയം നേടി പുറത്തുകൊണ്ടിരിക്കും. ഒരു ചൊല്ലുണ്ട്, ശാന്തമായ കടൽ ഒരിക്കലും കഴിവുറ്റ ഒരു കപ്പിത്താനെ സൃഷ്ടിക്കുന്നില്ല. പ്രക്ഷുബ്ധമായ കടലാണ് ഒരു കപ്പിത്താന്റെ കഴിവ് പുറത്തെടുക്കാൻ അവസരമൊരുക്കുന്നത്. ഈ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കണം. ഈ വിജയത്തിന്റെ ക്രെഡിറ്റിൽ 99% ഞാൻ നിങ്ങൾ വിദ്യാർത്ഥികൾക്കാണ് തരുന്നത്. കാരണം സാധാരണഗതിയിലുള്ള ഒരു ക്ലാസ് റൂം ടീച്ചിങ് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഉത്തരവാദിത്തം കാണിച്ചു, നിങ്ങൾ കാര്യങ്ങളെ പോസിറ്റീവായി എടുത്തു. ഈ തലമുറയുടെ ചിന്തയും അവരുടെ കരുത്തും അതാണ്. ആ കരുത്തും ചിന്തയുമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയം നേടിത്തന്നത്. ഈ കാലഘട്ടത്തിൽ നേടിയ ഈ വിജയം തികച്ചും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇവിടെ എത്താത്ത ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്കും അവർ ഈ കാലഘട്ടത്തിൽ നേടിയ ഈ വിജയത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസഫ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി CCM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനഭാജനങ്ങളായ വിദ്യാർത്ഥിനികൾക്ക് പുരസ്കാരം നൽകുന്ന സുപ്രധാന ചടങ്ങിലേക്കാണ് നാം കടക്കുന്നത്.
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ആദരണീയരായ അധ്യാപകർക്കും, പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എന്നെ ശ്രമിക്കുന്ന ഏവർക്കും നമസ്കാരം. COVID-19 പശ്ചാത്തലത്തിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിശുദ്ധ ചാവറേസിന്റെ നാമത്തിൽ ആദ്യമായി സ്ഥാപിതമായ CCM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നെയും എന്റെ കൂട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാലയം മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടുന്ന ഒരു വികാരമാണ്. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ധാരാളം സംശയങ്ങളും ചിന്തകളും ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുവാനും ഒരു നല്ല മനോഭാവത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുവാനും ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് സാധിച്ചു. ഈ 2 വർഷക്കാലം ഓൺലൈനായും ഓഫ്ലൈനായും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാർഗനിർദ്ദേശങ്ങൾ തരികയും ഓരോരുത്തരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അത് തിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജോബി അച്ഛന് ഈ അവസരത്തിൽ എന്റെയും എന്റെ കൂട്ടുകാരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. കോവിഡ് കാരണം പഠനം വീടുകളുടെ 4 ചുവരിൽ ചുരുങ്ങിയപ്പോൾ ഞങ്ങളുടെ അധ്യാപകർ നൽകിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമായത്. ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ ഓരോരുത്തരും സന്നിഹിതരായിരിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇവിടുത്തെ അധ്യാപകരാണ്. പ്രത്യേകമായി +2 ക്ലാസ് ടീച്ചേഴ്സായ രേഖ മിസ്സിനും ടിൻഡു മിസ്സിനും എൽദോ അച്ഛനും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പഠിക്കാനും ചിന്തിക്കാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഞങ്ങളുടെ കഴിവിനെ തേച്ചുമിനുക്കിയെടുക്കുവാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും, മാനേജ്മെന്റിനും, എന്റെ കൂടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. നന്ദി. താങ്ക് യു സാൻഡി സണ്ണി. മറുപടി പ്രസംഗത്തിനായി കുമാരി ആർദ്ര മരിയ ടോണിയെ ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ആദരണീയരായ എൻ്റെ അധ്യാപകർക്കും, സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കോവിഡ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സാഹചര്യത്തിലും ഒരുമിച്ച് നിന്ന് വളരെ ഭംഗിയായി തന്നെ ഓൺലൈൻ ക്ലാസുകളിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതി നേടിയ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും കൂടെ നിന്ന് ഊന്നൽ നൽകിയ അധ്യാപകർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഠിക്കാനും പഠിപ്പിക്കാനും സ്വയം സ്വപ്നങ്ങളിലേക്ക് ചെറുവിടർത്തി വാനോട് വാക്കുവാനും ഞങ്ങളെ സഹായിച്ച എല്ലാ അധ്യാപകരുടെയും മുൻപിൽ ഈ കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിലുള്ള കൃതജ്ഞത സ്നേഹപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിൽ ഒരാളായി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നന്ദി കൃതജ്ഞതയുമാണ് പ്രകടിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ പ്രിൻസിപ്പൽ ജോബിയച്ചിന്റെയും ഹെഡ്മിസ്ട്രസ് മിനി ടീച്ചറിന്റെയും നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെ സേവന മനോഭാവത്തോട് പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ഞങ്ങൾക്ക് ഇന്നും മറക്കാനാവാത്ത ഓർമ്മകളാണ് നൽകുന്നത്. ഈ വിജയത്തിലെത്താൻ ഞങ്ങളെ സഹായിച്ച പ്രിയ അധ്യാപകർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ആത്മവിശ്വാസവും മനോധൈര്യവും നൽകി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്ത മിനി ടീച്ചറിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ പുതിയ ഹെഡ്മിസ്ട്രസായ എവൻ ടീച്ചറിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ വിദ്യാലയത്തിനും ഇവിടുത്തെ അധ്യാപകർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആർദ്ര. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് എബി ടീച്ചറിനെ കൃതജ്ഞതാ പ്രകാശത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ കോർപ്പറേറ്റ് മാനേജർ ജോസഫ് തേജ് പ്രകടിച്ച വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ,
ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയ സഹപ്രവർത്തകരെ, ലൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന CCMന്റെ അഭിനയ കമ്മീഷനെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും അവസരമാണിത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 74 വർഷമായി ഒരു ദേശം മുഴുവനുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തരത്തിൽ നാം എല്ലാം ഈ സ്കൂളുമായി ബന്ധപ്പെട്ടവരാണ്. രണ്ടാമത്, കോവിഡും ലോക്ക്ഡൌണും മറ്റ് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ കുട്ടികൾ വിജയം കരസ്ഥമാക്കി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും അവരുടെ മാതാപിതാക്കളെയും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരോടൊപ്പം നിന്ന പൊതുസമൂഹത്തിനും എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നമ്മുടെ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോസൂട്ടി അയച്ചൻ കോർപ്പറേറ്റ് മാനേജരായി ചാർജെടുത്തതിനു ശേഷം ഒരു പുതിയ കാഴ്ചപ്പാടോടെ നമ്മുടെ സ്ഥാപനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്കൂളിനോടും അദ്ദേഹത്തിന് പ്രത്യേകമായ മാതൃകയുണ്ട്. ഇടമറ്റത്തെ അനുഭവമല്ല കരിക്കാട്ടൂരിലുള്ളത്. പുതിയ ദിശാബോധത്തോടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ക്ഷണമനുസരിച്ച് ഈ യോഗത്തിലെത്തുകയും അധ്യക്ഷപദം അലങ്കരിക്കുകയും നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസൂട്ടി അച്ഛന് സിസിം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഏറ്റവും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഉദ്ഘാടകൻ മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പി സൈമൺ നമ്മുടെ വെളിപ്പുറത്തുള്ള ഒരു ജനപ്രതിനിധിയാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന സ്വാതന്ത്ര്യത്തിലുപരി ഏതാവശ്യത്തിന് അദ്ദേഹത്തെ സമീപിച്ചാലും വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം കാണുകയും ഏറെ സന്തോഷത്തോടെ നമുക്ക് വേണ്ട സഹായങ്ങളും പിന്തുണയും നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ജെയിംസ് പി സൈമൺ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ സ്കൂൾ മാനേജർ ജോസായത്തോടച്ചൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിത്തന്ന് ഈ സ്ഥാപനത്തിന്റെ വികസനത്തിൽ പുത്തനേടുകൾ നെയ്യുന്ന ആളാണ്. ഈ യോഗത്തിലെത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ ജോബി അച്ഛൻ വളരെ സമർത്ഥമായി ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാം കോർത്തിണക്കി ഈ മഹത്തായ കലാലയത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോബി അച്ഛനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള കൃത്യമായ നന്ദി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ആശംസകൾ അർപ്പിച്ച നമ്മുടെ മുൻ അധ്യാപകനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ മേസൻ സാർ, 5 വർഷക്കാലം ഈ സ്കൂളിന്റെ പ്രധാനാധ്യാപികയായിരുന്ന മിനി ആന്റണി ടീച്ചർ, ഈ വർഷം +2 വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ജോസ് ഫ്രാൻസിസ് സാർ, 3 പേരും നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തുകയും നമ്മുടെ കുട്ടികൾക്ക് വിജയങ്ങൾ നേരുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. മൂവർക്കും സിസിഎം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഏത് സ്കൂളിന്റെയും വിജയത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ശക്തിയാണ് അധ്യാപക രക്ഷാകർതൃ സമിതി. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു PTA പ്രസിഡന്റുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ പറയത്തക്ക ആശങ്കകളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. നമ്മുടെ PTA പ്രസിഡന്റ് രാജീവ് ജോർജ് ഇവിടെ എത്തുകയും ആശംസ അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനും സിസിഎം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഏറ്റവും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ സമ്പത്ത്. നിങ്ങൾ നേടിയ ഈ വിജയം നിങ്ങളുടെ ജീവിതം മുഴുവൻ ആവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇവിടെ എത്തി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ നന്ദി അറിയിക്കാനുള്ള എന്റെ സഹപ്രവർത്തകർക്കാണ്. സ്വയംസ്ഥാന നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായി അധ്യാപകരും അനധ്യാപകരും അടുക്കോടും കെട്ടിവണ്ണുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായി നമുക്ക് ഈ മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും.
പ്രതീക്ഷയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഏറ്റവും കൃത്യമായ രീതിയിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന CCM-ന്റെ എല്ലാ ആവശ്യങ്ങളെയും സഹകരണവും പിന്തുണയും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ടീച്ചർ. ദേശീയ ഗാനം ആലപിക്കുന്നതിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय जय